ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ റൂംമേറ്റ്സ് ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഈവനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് അല്ല, ആക്ച്വലി ഇത് നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പ്രധാനമായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ചെറുതായിട്ടൊരു സ്കിൻ കെയർ ഒന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫേസ് പാക്കുകളോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫേസിൻ്റെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ വീട്ടിലൊക്കെ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഇന്നൊന്ന് ഫേസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ രാവിലെ മാത്രമേ ഇപ്പോൾ വാഷ് ചെയ്യുന്നുള്ളൂ. നോർമലി ഞാൻ രണ്ട് നേരം വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിനി എനിക്ക് എന്താ പറയുക, 2 നേരമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ പനി കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി തല നനച്ചിട്ട് AC ഇപ്പോൾ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പനി ഇപ്പോൾ ഒരാഴ്ച മേളിലായിട്ട് മാറാതിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിത് ഡ്രൈ സ്കിന്നിനെ പറ്റിയ അടിപൊളി ഒരു ക്ലെൻസറാണിത്. നമ്മുടെ സെറാവയുടെ ക്ലെൻസറാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണേണ്ടവരൊന്ന് അത് പോയി കണ്ടു നോക്കുക കേട്ടോ. വീട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫേസിൽ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിൽ, അതായത് ഫേസ് പാക്കോ ക്ലെൻസറോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൂടുതലും നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. സോ അങ്ങനെയാണ് ഞാൻ നോർമലി ഫേസ് പാക്കുകളും ക്ലെൻസറും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലേക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല നല്ല സ്ക്രബുകളും ഫേസ് പാക്കുകളും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അതിലെനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ മാമ എർത്തിൻ്റെ ഉപ്ടൺ ഫേസ് സ്ക്രബും അതിൻ്റെ തന്നെ മാമ എർത്തിൻ്റെ തന്നെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് ഞാൻ എല്ലാ വീക്കും ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈവൻ ദോ ഞാൻ മന്ത്ലി ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ടാനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. കൂടുതലും ഞാൻ എന്താ പറയുക, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഫേസിൽ ചെയ്യാറുള്ളത്. പിന്നെ പറ്റാത്ത സമയങ്ങളിലാണ് ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ആ സ്ക്രബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രബ് ഇട്ട് നമ്മൾ എന്താ പറയുക, ജെന്റിലായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്നറിയുമ്പോൾ ഇതിൽ നമ്മൾ ഈ ഷുഗർ ഇട്ട് സ്ക്രബ് ചെയ്യുന്ന പോലത്തെ ആ ഷുഗറിൻ്റെ ഒരു തരിതരിപ്പില്ല, അതുപോലത്തെ കുറച്ച് തരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നിലൊക്കെ നമ്മൾ ഇതെടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഷായിട്ട് നമുക്ക് തോന്നും. സോ അതുകൊണ്ട് വളരെ ജെന്റിലായിട്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ നോസിൻ്റെ സൈഡിലും അപ്പർ ലിപ്സിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഞാൻ ഈ നോക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ റൂമിലിരുന്ന് ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിന് അത്ര വലിയ എന്താ പറയുക, ഭയങ്കര ലൈറ്റ് കിട്ടാറില്ല, വീഡിയോയ്ക്ക് അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവാറില്ല. പക്ഷെ ബാത്റൂമിൽ കൊണ്ട് ക്യാമറ വെച്ചപ്പോൾ കണ്ട നല്ല വ്യക്തമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ അതാണ് നോക്കുന്നത്, ഇനി ഇവിടെ വന്ന് വീഡിയോ എടുത്താലോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സ്ക്രബൊക്കെ ഇട്ട് കഴിഞ്ഞു ഒന്ന് വാഷ് ചെയ്തത്. ഇതാണ് എൻ്റെ ഫേസ് പാക്ക്. നിങ്ങൾക്ക് ആ ഒരു ടിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്ത് ഏകദേശം അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, സ്പൂൺ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആവശ്യമുള്ളതൊക്കെ എൻ്റെ ഫേസിലൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് തന്നെയാണ് ഞാൻ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ ഞാൻ ഫേസിൽ വെക്കും. ആ സമയത്ത് എൻ്റെ റൂമിൽ എനിക്ക് ചെയ്യാനുള്ള ബാക്കി പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് മടക്കിയൊക്കെ വെക്കുകയും നാളെ വീട്ടിൽ പോകുന്നതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അതൊക്കെ പോയി ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഫേസിലൊക്കെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ഒരു എന്താ പറയുക, പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമുക്ക് ഒരു സീൻ ഉണ്ട്, ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ടിട്ടിരിക്കുന്ന ചേട്ടത്തിയമ്മ അവിടെ ഇരിക്കുമ്പോൾ ദിലീപ് ഏട്ടൻ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്താ ഏട്ടത്തി ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റീൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഫേസിലിട്ടിട്ട് ഓടിപ്പോയി ആ റീല് തപ്പിയെടുത്തിട്ട് ആ റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ. അപ്പോൾ എല്ലാവരും ആ റീലും പോയി ഒന്ന് കാണണം കേട്ടോ. സോ ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു, പിന്നെ റീലൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ ഒന്ന് കുളിക്കാനൊക്കെ പോയിട്ട് എന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു മോയ്സ്ചറൈസറും നമ്മുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഇത് കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും, ഞാൻ റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സ്
ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. എൻ്റെ ഡ്രൈ സ്കിന്നെ ഒന്ന് എന്താ പറയുക കൺട്രോൾ ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്ത ഏറ്റവും വലിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ റോസ് വാട്ടർ ഗ്ലിസറിൻ മിക്സ്. അതിനെപ്പറ്റി അറിയണം എന്നുള്ളവർക്ക് ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയും ആ വീഡിയോ പോയി കാണുക, ഈ വീഡിയോ പോയി കാണുന്നത്. നിങ്ങളത് കേട്ട് ബോറടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് പ്രൊമോഷൻ തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേസോ. നിങ്ങളതൊന്ന് മനസ്സിലാക്കി വീഡിയോസൊക്കെ പോയി കണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ നിവ്യയുടെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടി റൂമിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണേ. മുടി കഴുകാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അത് കൈയോടെ തന്നെ അങ്ങ് പിന്നിട്ടിട്ടു. അപ്പോൾ പിന്നിട്ടത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ കൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന തത്രപ്പാടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് നമുക്കിന്ന് ദോശയും നമ്മുടെ ചിക്കൻ കറിയായിരുന്നു, ചിക്കനും കിഴങ്ങിട്ടുള്ള കറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ടാറ്റാ ബൈ ബൈ, സീ യു.